ഇടവരമ്പ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. 2025 കളിയാട്ടത്തിന് അന്നദാനം നടത്താനുള്ള പച്ചക്കറിയായിട്ടാണ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിത്തിട്ടത്. മാതൃസമിതി പ്രസിഡന്റ് സജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ കൃഷിഭവൻ കൃഷി ഓഫീസർ പി അഞ്ജു ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ്മാരായ പി ഗീത, സുരേഷ് കുറ്റൂർ, സെക്രട്ടറി പ്രീതി രാജേഷ്, സരോജിനി പൂക്കുടി, ശാരദ ഉണ്ണികൃഷ്ണൻ, മല്ലിക ചന്ദ്രൻ, സ്മിത സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാൽ പലേരി, സെക്രട്ടറി കെ പി അരുൺ, ആഘോഷ കമ്മിറ്റി കൺവീനർ ഉണ്ണികൃഷ്ണൻ കടയക്കര, കെ ജി സതീശൻ, രാജേഷ് കുണ്ടുവളപ്പിൽ തുടങ്ങിയവരും നിരവധി മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. ഇന്നത്തെ ഈ സംരംഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറെയും ബാക്കി എല്ലാവരെയും ഈ മഹത് സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ഥാനത്തേക്ക് മാതൃസമിതി പ്രസിഡന്റ് സജിത സന്തോഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൃഷി ഓഫീസറെ ക്ഷണിക്കുന്നു. എല്ലാവരും നട്ടോട്ടാ. ഇനി ഇവരെ മാതൃസമിതിയുടെ വെച്ചിട്ടേ മണ്ണിട്ടോ. ഇല്ല, ഇനി മുളകില്ല. നാളെ ഇതിനോണ്ടേ ആ മറ്റേ തടത്തിന്റെ സൈഡിൽ ഓരോന്ന് വെച്ചോ. ആ മറ്റേ തടവില്ലേ, വെള്ളിരിക്കലാക്കി അതിന്റെ ഒരു സൈഡിലായിരിക്കും. നടുക്ക് നോക്കല്ലേ, ആയിരിക്കും. എല്ലാരും നട്ടോ. ഇല്ലത് എല്ലാവർക്കും നമസ്കാരം. ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോട് അനുബന്ധിച്ചിട്ടുള്ള പച്ചക്കറി തൈ നടിയിലെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ മാതൃസമിതി മുൻകൈ എടുത്തുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇന്നിവിടെ പച്ചക്കറി തൈകൾ നടുന്നത്. അപ്പം നല്ലൊരു കൂട്ടായ്മ നമുക്കിവിടെ വന്നപ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ തവണയാന്ന് തോന്നുന്നല്ലേ ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഇതിനി തുടർന്നും ഉണ്ടാവണം. അപ്പം ഈ പച്ചക്കറി തൈ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പച്ചക്കറി തൈയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഇവിടെ ഒത്തുചേർന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മ എന്നും നിലനിർന്നു പോകട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് നല്ലൊരു വിളവ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചോളും. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രോത്സവങ്ങൾ മുഴുവൻ അന്നദാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടിയാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അന്നദാനത്തിന് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്നദാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കുന്നത് ഈ ജൈവ രീതിയിലുള്ള ഭക്ഷണങ്ങൾ അന്നദാനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ദൈവികമായി വിശ്വാസമുള്ള ആൾക്കാരും അതിനു പുറമെയുള്ള ആൾക്കാരും ഇത്തരം ഭക്ഷണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അന്നദാന കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സമീപകാലത്ത് കാണുന്ന കാഴ്ചയാണ്. കാരണം മനുഷ്യൻ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഇതുപോലെയുള്ള ഭക്ഷണങ്ങളല്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. ഇവിടെ ഏകദേശം 3 ഏക്കറോളം സ്ഥലം ഈ നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിനുണ്ട്. ഇതിൽ ഇവരാദ്യമായി ഈ ഇങ്ങനെ ഒരു ഉദ്യമം സ്വീകരിച്ചതിൽ, അതായത് ഫെബ്രുവരി 26, 27, 28 തീയതികളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിലേക്ക് ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ച ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുള്ള ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ്. കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതുപോലെ, ഓഫീസർ പറഞ്ഞതുപോലെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൃഷിഭവന്റെ ഒരു നിർദ്ദേശങ്ങളും ഇല്ലാതെ വളരെ ശാസ്ത്രീയമായി ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട്.
അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയ വേണുവേട്ടനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ കൃഷി വകുപ്പിൻ്റെ തന്നെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയതാണ് പച്ചക്കറിയും വാഴയും ചെയ്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് കൃഷിഭവന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാങ്കേതിക സഹായം തരാം. പക്ഷെ ഇതിന്റെ നടിയിലെ അകലങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പച്ചമുളകെല്ലാം നട്ട അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാന ഘടകമാണ് ഇതിന്റെ ഉൽപാദനം കൂടുന്നതിന്. അപ്പോൾ കൃത്യമായ നടിയിൽ അകലം പാലിച്ചുകൊണ്ട് അതുപോലെ തന്നെ തടം ഉണ്ടായിക്കൊണ്ട് ചീരത്തടം എന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ചീരത്തടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കൃഷി പരിപാലിച്ചു വരുമെന്നുള്ള വിശ്വാസമുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ പിന്നിലെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നതും നമുക്ക് വളരെ പ്രശംസനീയമാണ്. അതുകൊണ്ട് എല്ലാ ആശംസകളും ഇതിന് നേരുന്നു. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മാഡം അവർ വെള്ളത്തത്തിലെ കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 26, 27, 28 തീയതികൾ നടക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്ന ഒരു പതിവുണ്ട്. അത് പയ്യന്നൂർ കഴിഞ്ഞാൽ ആദ്യമായി അന്നദാനം നടത്തിയൊരു ക്ഷേത്രം എന്നുള്ള ഒരു ബഹുമതി കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പ്രതിഷ്ഠാ കലശത്തിന് തന്നെ ഞങ്ങളിവിടെ അന്നദാനം നടത്തുകയും അതിനെല്ലാം മുൻകൈ എടുത്തത് ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങളാണ്. അപ്പോൾ മാതൃസമിതി കഴിഞ്ഞ ദിവസം ഇങ്ങനെ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെല്ലാ പിന്തുണയും ക്ഷേത്രം കമ്മിറ്റിയും അതുപോലെ അപ്പോൾ തന്നെ കൃഷി ഓഫീസറെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഏറ്റവും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നും നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടാവുന്ന സാമ്പത്തിക സഹായങ്ങൾക്കും വേണ്ടി കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ അസിസ്റ്റന്റുമാരും എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച മാതൃസമിതിക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി ഓഫീസർ, അതുപോലെ നമ്മുടെ അമ്പലം കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ മാതൃസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അമ്പലത്തിൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഒത്തിരി നന്ദി പറയുന്നു. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.